വീടെന്നത് പുറത്ത് കാണുന്നതുപോലെ ഒരു കെട്ടിടമല്ല, അത് ഹൃദയങ്ങളുടെ കൂടിച്ചേരലാണ്. പക്ഷേ ചിലപ്പോൾ ആ ഹൃദയങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളും നിശബ്ദതയും കൊണ്ട് ദൂരപ്പെടുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ സമാധാനം വേണമെന്നാഗ്രഹിക്കുന്നു. പക്ഷേ ആ സമാധാനം വരുന്നത് എങ്ങനെയെന്ന് മാത്രം വളരെ കുറച്ചുപേരാണ് ആലോചിക്കുന്നത്. വീട്ടിലെ ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു നിശബ്ദത, ഇവയൊക്കെയാണ് ബന്ധങ്ങൾ മാറ്റിമറിക്കുന്നത്. ചിലപ്പോൾ ആളുകൾ ചോദിക്കും, എപ്പോൾ പ്രതികരിക്കണം, എപ്പോൾ മിണ്ടാതെയിരിക്കണം, ഏതാണ് ശരിയായ സമയം? സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാണ്. വാക്ക് എപ്പോൾ പറയും, എപ്പോൾ അടക്കിവെക്കും, എങ്ങനെ പറയും? ഒരു കാര്യം മനസ്സിലാക്കണം, കോപം വരുന്ന സമയത്ത് ആരും സത്യം കാണുന്നില്ല. ചിന്തകൾ ജ്വാലയായിരിക്കും, വാക്കുകൾ തീപ്പൊരി പോലെ പുറത്തുവരും. അപ്പോൾ പറഞ്ഞത് വേദന മാത്രം നൽകും, മനസ്സിൽ പതിയും. അതിനാൽ പ്രതികരിക്കാനുള്ള ഏറ്റവും നല്ല സമയം മനസ്സ് നിർവികാരമായിരിക്കുമ്പോഴാണ്. ശാന്തമായി, തളർച്ചയില്ലാതെ കേൾക്കാൻ തയ്യാറായ ഒരിടത്ത്. വീട്ടിലെ പ്രശ്നങ്ങളിൽ ഒരു വലിയ സത്യമുണ്ട്. പലപ്പോഴും വഴക്ക് സംഭവിക്കുന്നത് പറഞ്ഞതുകൊണ്ടല്ല, പറയാതെ വെച്ചതുകൊണ്ടാണ്. വാക്കുകൾ അടക്കിവെച്ചാൽ ഹൃദയത്തിൽ ഭാരമാകും. ആ ഭാരമാണ് ഒരു ദിവസം പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കണം, പക്ഷേ ശരിയായ രീതിയിൽ, ശരിയായ സമയത്ത്. ഒരിക്കലെങ്കിലും നമ്മൾ ചോദിക്കണം, ഇപ്പോൾ ഞാൻ പ്രതികരിച്ചാൽ പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ മോശമാകും? ഇപ്പോൾ പറയുന്ന വാക്കുകൾ ഈ ബന്ധത്തെ ശക്തമാക്കുമോ അല്ലെങ്കിൽ തകർക്കുമോ? വീട് എന്നത് ജയിപ്പിച്ചും തോൽപ്പിച്ചും നിൽക്കുന്ന യുദ്ധമല്ല, അത് മനസ്സിലാക്കലിന്റെ സ്ഥലം. ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ സുരക്ഷിതത്വമാകേണ്ട സ്ഥലം. ഒരു ബന്ധത്തിൽ 3 വാക്കുകൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. എനിക്കു ക്ഷമിക്കണം, ഞാൻ മനസ്സിലാക്കി, നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെ സംസാരിക്കുമ്പോൾ വാക്കുകൾ മരുന്നാകുന്നു, കുത്തുപാലിയായി മാറുന്നില്ല. ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, വീട്ടിലെ വഴക്ക് ഒരിക്കലും ഒരു വലിയ കാര്യത്തിൽ നിന്നല്ല തുടങ്ങുന്നത്, പക്ഷേ ഒരു ചെറിയ അവഗണനയിൽ നിന്നാണ്. ഒരു ദിവസം പറയേണ്ടത് പറഞ്ഞില്ല, ഒരു ദിവസം കേൾക്കേണ്ടത് കേട്ടില്ല, ഒരു ദിവസം സ്നേഹം കാണിക്കേണ്ടപ്പോൾ കുറച്ച് കഠിനമായി നടന്നു. ഇവയാണ് ബന്ധങ്ങളെ തളർത്തുന്നത്. വീട്ടിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഒരേയൊരു മാർഗം മാത്രം. നമുക്ക് പ്രതികരിക്കാം, പക്ഷേ വിധിയെഴുതുന്ന വാക്കുകളല്ല, വിശ്വാസം കൂട്ടുന്ന വാക്കുകൾ, ന്യായം പഠിപ്പിക്കുന്ന വാക്കുകളല്ല, ഉള്ളിൽ വേദന കുറയ്ക്കുന്ന വാക്കുകൾ. എല്ലാവരുടെയും മനസ്സ് നൊന്തുപോകാറുണ്ട്, പക്ഷേ ഓരോരുത്തരും അത് വ്യത്യസ്തമായി കാണിക്കും. ചിലർ നിശബ്ദരാകും, ചിലർ കഠിനരാകും, ചിലർ കണ്ണീരാകും, ചിലർ അകന്നു നിൽക്കും. ഈ പ്രതികരണങ്ങളെ മനസ്സിലാക്കാൻ പഠിച്ചാൽ വീട് ശക്തമാകും. വീട്ടിലെ ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞത് മറ്റൊരാൾ കേൾക്കാൻ തയ്യാറായിരിക്കണം. മറ്റൊരാൾ പറയുമ്പോൾ നാം ഇടപെട്ട് പൊടുന്നനെ മറുപടി പറയാതിരിക്കണം. ഹൃദയം തുറന്നു കേൾക്കുന്ന നിതാന്ത ശക്തിയുണ്ടാക്കണം. മനുഷ്യന്റെ മനസ്സ് അത്ഭുതകരമാണ്. അതിന് പ്രധാനമായിട്ടുള്ളത് കേൾക്കപ്പെടാനാണ്, മനസ്സിലാക്കപ്പെടാനാണ്, സ്നേഹത്തോടെ സ്വീകരിക്കപ്പെടാനാണ്. ചിലപ്പോൾ നാം ഒരാളുടെ വേദന അറിയാതെ അവരുടെ വാക്കുകളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അവരെന്താണ് പറഞ്ഞത് എന്നല്ല, എന്താണ് മനസ്സിൽ കൊണ്ടത്, അതാണ് പ്രധാനമായത്. അങ്ങനെ നോക്കുമ്പോൾ പ്രതികരിക്കേണ്ട ശരിയായ സമയം മനസ്സ് ശാന്തമാകുന്ന സമയം. പ്രതികരിക്കേണ്ട ശരിയായ രീതികൾ മറ്റൊരാളുടെ ഹൃദയം തകർക്കാത്ത രീതികൾ. പ്രതികരിക്കേണ്ട ശരിയായ ലക്ഷ്യം വഴക്ക് ജയിക്കലല്ല, ബന്ധം രക്ഷിക്കലാണ്. ജീവിതം ഒരു ദൈർഘ്യമുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ചില ദിവസങ്ങൾ കഠിനമാകും, ചില ദിവസങ്ങൾ ശാന്തമാകും. ആരൊക്കെ നമ്മെ വേദനിപ്പിക്കും, നാം ആരെയെങ്കിലും വേദനിപ്പിക്കും. പക്ഷേ ഓരോ ദിവസവും നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. വിജയകരമായ ജീവിതം ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുന്നവരുടേതല്ല, മറിച്ച് ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ ശരിയായ രീതിയിൽ പറയുന്നവരുടേതാണ്. വീട് തകർന്നു പോകുന്നത് വഴക്കുകൾ കൊണ്ടല്ല, കേൾക്കാൻ തയ്യാറല്ലാത്ത ഹൃദയങ്ങൾ കൊണ്ടാണ്. വീട് ഉയർന്നു നിൽക്കുന്നത് സമ്പത്തുകൊണ്ടല്ല, പരസ്പരം മനസ്സിലാക്കൽ കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഓരോ വാക്കും ഒരു വിത്താണ്. നീ എന്തു വിതയ്ക്കുന്നു ആണേൽ പിന്നെ വീട്ടിൽ അതാണ് വളരുന്നത്. സ്നേഹം വിതയ്ക്കും, ശാന്തി വളരും. കോപം വിതയ്ക്കൂ, കഠിനത വളരും. മനസ്സ് തുറന്ന് സംസാരിക്കൂ, ഹൃദയങ്ങൾ അടുത്തുവരും. ഈ ജീവിതം ഇത്രയും സങ്കീർണമല്ല, നാം അതിനെ സങ്കീർണമാക്കുന്നുവെന്നേ ഉള്ളൂ.
അതുകൊണ്ട് ഇന്നു മുതൽ പ്രതികരിക്കുമ്പോൾ ചിന്തിക്കൂ, ഈ വാക്ക് ഈ വീട്ടിൽ സമാധാനം കുറയ്ക്കുമോ അല്ലെങ്കിൽ സമാധാനം കൂട്ടുമോ? ഈ വാക്ക് മനസ്സ് തകർക്കുമോ അല്ലെങ്കിൽ സുഖപ്പെടുത്തുമോ? ഈ പ്രതികരണം ബന്ധം ദൂരപ്പെടുത്തുമോ അല്ലെങ്കിൽ അടുത്താക്കുമോ? ഇവയാണ് ഒരു വീട്ടിനെ രക്ഷിക്കുന്ന ശാന്തമായ ശക്തികൾ. ഇവയാണ് ഒരു ബന്ധത്തെ ആഴത്തിൽ വളർത്തുന്ന മറുപടികൾ. ഇവയാണ് ജീവിതത്തെ സുന്ദരമാക്കുന്ന വാക്കുകൾ.